ഇവിടെ ഇരിക്കുന്നത് ആരാന്നറിയില്ലല്ലോ. ആരെന്ന് മനസ്സിലാവണമല്ലോ. അമ്മയോട് ചോദിച്ചാലോ? എങ്ങനെ ചോദിക്കുക? അമ്മയുടെ ചോദിക്കാൻ ഒരു ധൈര്യക്കുറവുണ്ട്. എന്നാലും ചോദിച്ച് നോക്കാം. അമ്മയെ ഒന്ന് സ്നേഹിച്ചുകൊണ്ട് ചോദിക്കാം. ഇല്ലെങ്കിൽ അടി പറ്റും കേട്ടോ. വല്ലപ്പോഴും ആരാന്നറിയില്ല. അമ്മയോടൊന്ന് ഇണങ്ങി ചോദിക്കാം. മായു മോനാ ചോദിക്കുന്നത്. അതാരാണമ്മേ? ഞങ്ങളാരെങ്കിലാണോ? അത് നിങ്ങളെ ഒരു ചിറ്റപ്പനാ മോനെ. മതി, മനസ്സിലായി. എടാ കുട്ടു ലുട്ടു, ഞങ്ങളെ പാലുകുടി മാറ്റാൻ ശത്രുക്കൾ കൂടുകയാണ്. ഇവരെ നോട്ടപ്പുള്ളിയാക്കി വെച്ചോ കേട്ടോ. നിങ്ങൾ കണ്ടോ? നോക്കിയാൽ അങ്ങോട്ട് നിങ്ങൾ. ഇതവനെ നോട്ടപ്പുള്ളിയാക്കി വെച്ചോ. ഏത് സിത്തപ്പനായാലും പാലും വെള്ളത്തിൽ പണി കൊടുത്തേ പറ്റൂ, അല്ല ഒരു രക്ഷയില്ല. ഒരു രാത്രിയിൽ വിശന്ന് കറങ്ങി വന്നവൻ കണ്ടോ നിങ്ങളെല്ലാവരും? എല്ലാവർക്കും അറിയാം. മാമൻ്റെ കയ്യിൽ നിന്ന് ഒരു നേരത്തെ ആഹാരം കഴിച്ച് പോയവനാണ് ഇന്ന് ഞങ്ങൾ കാണുന്നത്. നിങ്ങളും കേട്ടോ. ഹായ് നോക്കൂ, നമ്മുടെ വിരുന്നുകാരിയും നമ്മുടെ പിള്ളേരും ഒരു 10 മണിയായി കാണും. ചെറിയൊരു കളിയും സന്തോഷവുമായിട്ട് 4 പേരും മുറ്റത്തിറങ്ങി. പിള്ളേർക്കും കുഞ്ഞുങ്ങൾക്കും കളിക്കാൻ സന്തോഷത്തോടെ ഞങ്ങളുടെ തെങ്ങ് ഒരു ഓല തന്നു. അത് ഞാൻ മുറ്റത്ത് കൊണ്ടിട്ടു. പിള്ളേരങ്ങോട്ട് കളിയും തുടങ്ങി. വളരെ സന്തോഷത്തോടെ 4 പേരും ആ തെങ്ങിൻ്റെ ഓലയിൽ കളിക്കാനാണ് മുറ്റത്ത് വന്നിരിക്കുന്നത്. വിരുന്നുകാരിയെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങളുടെ പിള്ളേർ മരത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കാണിക്കുന്ന അഭ്യാസങ്ങൾ നമുക്കിനി നേരിൽ തന്നെ കാണാം അല്ലേ. ചെറിയ മരത്തിൽ വിരുന്നുകാരി കയറി കാണിച്ചു കൊടുത്തു. പിള്ളേരും തൊട്ടടുത്ത് വന്നിട്ട് അത് ഇഷ്ടമില്ലാത്തൊരു തരത്തിൽ പിള്ളേർ മാറി നിൽക്കുകയാണ്. 2 പേര് വലിയ മരത്തിലേക്ക് കയറാനായിട്ടാണ് പോകുന്നത്. തനിച്ച് കളിക്കുന്ന ലുട്ടുവിൻ്റെ അടുത്തേക്ക് വിരുന്നുകാരി ഓടിയെത്തിയിട്ടുണ്ട്. അവൻ്റെ കൂടെ കൂട്ടുകൂടി കേട്ടോ. അങ്ങനെ ഇരിക്കെ നല്ല ഒരു മഴക്കോളും നല്ല കാറ്റും വരുന്നുണ്ട്. മനസ്സിലാക്കിയ ലുട്ടും കുട്ടും ഓടിക്കളഞ്ഞു. മായുത പറന്നു പോകുന്ന കരിയിലകൾ പിടിക്കാനാണ് അവൻ നിൽക്കുന്നത്. കാറ്റൊന്നും ഒരു പ്രശ്നമാക്കാതെ പേടിയില്ലാത്ത മായിക്കുട്ടല്ലേ. വളരെ വീരനാണ് കേട്ടോ അവൻ. ഒട്ടും പേടിയില്ല. 2 പേരും ഓടുന്ന കണ്ടു. അവൻ ഓടിയിട്ടുണ്ട്. വീണ്ടും ഞങ്ങളുടെ മുറ്റത്തേക്ക് വന്ന് എങ്ങോട്ട് പോയെന്ന് നോക്കുകയാണ് 2 പേര്. റൂമിനകത്തെന്നുള്ള മനസ്സിലായി. കാറ്റും കോളും മാറിപ്പോയപ്പോൾ വീണ്ടും ഞങ്ങൾ വെളിയിലിറങ്ങിയിട്ടുണ്ട്. പിള്ളേരിതാ ഈ മരത്തിൻ്റെ മേളിൽ 3 പേരുണ്ട്. ഇവിടെയാണ് ഇന്നത്തെ കളി കേട്ടോ. അപ്പോൾ കാറ്റില്ല, മഴയില്ല, അടിപൊളി നല്ല കാലാവസ്ഥ. ചെറിയൊരു കോളൊക്കെ ഉണ്ട്. അങ്ങനെ പിള്ളേരിതാ പല സൈഡിലായിട്ട് ഇരിക്കുകയാണ്. മായുവാണ് അവസാനം കയറി വരുന്നത്. മായു ലുട്ടുവിനെയും കുട്ടുവിനെയും നോക്കി മേലോട്ട് തന്നെ കയറി വരികയാണ്. ഇനി ഏത് കൊമ്പിലോട്ടാണ് എനിക്കിരിക്കാൻ നല്ലതെന്നുള്ളത് തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അങ്ങനെ കുട്ടുവിൻ്റെ അടുത്തേക്കാണ് മായു ചെന്നത് കേട്ടോ. സഹോദര സ്നേഹം പങ്കുവെച്ചുകൊണ്ട് അവർ അടുത്തുള്ള കൊമ്പുകൾ പിടിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഫുള്ള് കളി ഇവിടെ ആയിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ. പിള്ളേരെ കാര്യമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇവന്മാർ നിന്നടുത്തുനിന്ന് മാറിക്കളയുന്നൊരു ടൈപ്പാണ്. അങ്ങനെ 3 പേരും ഏറ്റവും കൊമ്പുകളിൽ കയറി നിൽക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ചെറിയ പുലിക്കുട്ടികൾ. ഏറ്റവും നല്ല തമാശ, വിരുന്നുകാരി പിള്ളേരെ കണ്ടിട്ടില്ല. പിള്ളേർ മരത്തിൻ്റെ മേളിലാണെന്നുള്ളത് വിരുന്നുകാരിക്ക് അറിയില്ല കേട്ടോ. വിരുന്നുകാരി വന്നപ്പോൾ കുറച്ച് വൈകിയാണ് സംഭവം. ലുട്ട് താഴോട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട്. വിരുന്നുകാരി ഇതുവരെ അറിഞ്ഞിട്ടില്ല കേട്ടോ. മരത്തിൽ കയറിയാൽ കൈയൊക്കെ ഒന്ന് ചൂടാക്കണം, എങ്കിലേ മരത്തിൽ കയറാൻ നല്ല ഉഷാറുണ്ടാവുള്ളൂ. അങ്ങനെ കൈയൊന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലിത്തിരക്കിലാണ്. വിരുന്നുകാരിയുടെ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലുട്ടു കൈ ചൂടാക്കുന്ന സൗണ്ട് കേട്ട് അവൾ കണ്ടു കേട്ടോ. അങ്ങനെ 3 പേരെ അവൾ താഴെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും തന്നെ കാണിക്കാം. പിള്ളേരെ കളി മേളിലാണെന്നുള്ളത് മനസ്സിലാക്കി പാവം പിടിച്ചോളും മലന്ന് നോക്കുന്നുണ്ടോ. എത്ര സമയം കൊണ്ട് എൻ്റെ കുട്ടിയോടെ ഇരിക്കരുതെന്ന്. ഇവിടെ പിള്ളേരാണെങ്കിലോ താഴോട്ടിറങ്ങുന്നു, മേലോട്ട് കയറുന്നു. എന്താ സന്തോഷത്തിലുള്ള കളിയാണെന്നറിയോ പിള്ളേർക്ക്. മുകളിൽ എല്ലാ സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങി മലയണ്ണാനെ പോലെ ചാടി നടക്കുകയാണ് നമ്മുടെ പിള്ളേർ. എന്തായാലും സന്തോഷമായിട്ടാണ് നമ്മുടെ പിള്ളേരിന്ന് കളിക്കുന്നത്. മഴയും കാറ്റും ഒന്നുമില്ലാതെ നമ്മുടെ പിള്ളേർ സന്തോഷത്തോടെ കളിക്കുന്ന കാഴ്ചയാണ് നിങ്ങളെല്ലാവരും, ഞങ്ങളുടെ പ്രേക്ഷകർ, നമ്മുടെ ഫാമിലി എല്ലാവരും കാണുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയാൻ എല്ലാവരും കമൻറ്റുകൾ എനിക്ക് തരുന്നുണ്ട്. അത് എനിക്ക് നിങ്ങളുടെ അതേ സമയങ്ങളിൽ തരാൻ പറ്റുന്നില്ല കേട്ടോ. ദേഹത്ത് ബാധ കൂടിയതുപോലെ കളിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന നമ്മുടെ വിരുന്നുകാരി ആവേശം മൂത്ത് അങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. പിള്ളേരെ നോക്കി കളിക്കുകയാണ്. പിള്ളേരും കൂടെ കൂടിയാൽ
അവളെ അടിച്ച് പൊളിക്കുന്നത്തെ കളി എന്നും പറഞ്ഞ് വളരെ ശക്തിയോടെ നിൽക്കുകയാണ്. പിള്ളേരാണെങ്കിൽ എവിടെയെന്നറിയോ? ഇതോ ഏറ്റവും കൊമ്പത്ത് മായി പോയിരിക്കുന്ന കണ്ടോ? കൈ വിട്ട് കഴിഞ്ഞാൽ ഓഹോ ഓഹോ ഓഹോ, ആ ഇറങ്ങി ബാ, ഇനി ബാ, അങ്ങനെ വിളിക്കുമ്പോഴേ ഇറങ്ങി വരും കേട്ടോ. പാതി വന്നിട്ട് കയറി ഓടിക്കളയും, അതാണ് ഏറ്റവും വലിയ പാട്. ബാ 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 ബാ, ഞാൻ വിളിച്ചാൽ ഇങ്ങനെ വരും. അവരെയാണ് വിളിക്കണം എന്നുള്ളത് അറിയാൻ പറ്റും കേട്ടോ അവർക്ക്. ബാ ബാ, ഇനി വാ മക്കളെ, ഇവ മാത്രം ഇറങ്ങിയാൽ മതി. ഇനി രണ്ടുപേരും ഇറങ്ങി പോയിട്ടുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് നോക്കുകയാണ് ഇനി എന്ത് ചെയ്യട്ടെന്ന്. വരുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇഞ്ഞെടുത്ത് താഴെ ആക്കണം ഇനി. സുന്ദരക്കുട്ട. ഒത്തൊരുമയോടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കാറ്റ് വന്നെത്തിയിട്ടുണ്ട്. കാറ്റ് വന്നിട്ട് പോലും പിള്ളേർ മുറ്റത്തിറങ്ങി കളിക്കുകയാണ് കേട്ടോ. നമ്മുടെ വിരുന്നുകാരി ഒളിച്ച് പതുങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാം. ആഹാ, മായും പതുങ്ങിയിരിക്കുകയാണല്ലോ. അങ്ങനെ നല്ല കളിയും കാര്യമായിട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ കമൻറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. എല്ലാവരും കമൻറ്റുകൾ തരുമ്പോൾ അതേ ടൈമിൽ എനിക്ക് തരാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വരുന്ന കൂട്ടത്തിൽ എനിക്ക് സമയം കിട്ടാറേ ഇല്ല. കുറച്ച് താമസിച്ചായാലും നിങ്ങളാരും പിണങ്ങി പോകരുത്. ഞാൻ താമസിച്ചാലും കമൻറ്റുകൾ നിങ്ങൾക്ക് തരും, അത് 100% ഗ്യാരണ്ടിയാണ്. അതുപോലെ തന്നെ വിരുന്നുകാർ കളിപ്പിച്ച് ദൂരോട്ട് പിള്ളേരെ കൊണ്ടുപോകും കേട്ടോ. ഇന്നലെ അങ്ങനെ സംഭവിച്ചു. ഞാൻ നോക്കിയപ്പോൾ കുറേ ദൂരം പോയി കഴിഞ്ഞു. ഞങ്ങളുടെ ഈ പരിസരം വിട്ട് കുറേ മാറിപ്പോയി. അങ്ങനെ പിന്നെ ഞാൻ ചെന്നിട്ട് എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് പിള്ളേരെ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഈ കൂട്ടത്തിൽ ചെറുക്കനെ കളിപ്പിക്കുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണ് വിരുന്നുകാരിയെ. മറുവശത്ത് അമ്മ കണ്ടു കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും അമ്മ കൂട്ടിക്കൊണ്ടുപോകാൻ നിൽക്കുന്നു. അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചായിരിക്കണം ഞങ്ങൾ ഈ പിള്ളേരെ ഇവിടെ പിടിച്ച് നിർത്താനുള്ളത് കേട്ടോ. അവൻ ഓടിപ്പോയിരിക്കുന്നുണ്ടോ അത് നോക്കിക്കൊണ്ടിരിക്കുക. ഇനി ഈ 2 പിള്ളേരും കൂടെ താഴോട്ടൊക്കെ ഇറങ്ങും. അങ്ങനെ കുറേ ദൂരോട്ടൊക്കെ മാറിപ്പോയിക്കളയും. തിരിച്ച് അറിയാൻ പറ്റിയ കുഴപ്പമില്ല. അതുമാത്രമല്ല, എന്തെങ്കിലും പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എണ്ണം കുറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക് എന്ത് വിഷമമായിരിക്കും നമുക്ക്. അതുകൊണ്ടാണ് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാത്തത്. ഞങ്ങൾക്ക് ഈ പിള്ളേരെ വളർത്തുന്നത് ആദ്യത്തെ അനുഭവമാണ്. എന്നാൽ അനുഭവമുള്ള നിങ്ങളെല്ലാവരും ഇതുപോലെ പറയുന്നുണ്ട്, കൂട്ടത്തിൽ വിടരുത്, അമ്മേരെ കൂടെ പറഞ്ഞയക്കരുത്. അപ്പോൾ അനുഭവം നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടും അങ്ങനെ ഒരു വിധി നിങ്ങൾക്ക് കിട്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. എല്ലാം മനസ്സിലാക്കുന്നത് കൊണ്ട് വിഷമം തന്നെയാണ്. നേരെ നമുക്ക് നൈറ്റിലേക്ക് മാറാം. ഈ വരുന്ന ആളിന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഒരു നേരത്തെ ആഹാരത്തിന് ഞങ്ങളെ വീട്ടിൽ കരഞ്ഞുകൊണ്ട് വന്ന ഒരു ദിവസം രാത്രി അവൻ കുറച്ച് വലുതായിട്ടുണ്ട് കേട്ടോ. എന്നെ കാണാൻ വരികയാണ്. ഞാനീ പടിയിരിക്കുകയാണ്, എൻ്റെ അടുത്താണ് വന്ന് നിൽക്കുന്നത്. ആദ്യം എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വിളിക്കുമായിരുന്നു. അവൻ ഓടി തിരിയുമ്പോഴാണ് എനിക്കത് മനസ്സിലായത്. നേരത്തെ അമ്മേനെ കാണാനായിട്ട് ഒരാൾ ഇവിടെ വന്നില്ലേ, അവനായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ വളരെ ശ്രദ്ധ കൊടുത്തില്ല. എന്നാൽ ഞാൻ ഒരു നേരത്തെ ആഹാരം കൊടുത്ത് അവനാണ് എന്നെ കാണാൻ വന്നതെന്നുള്ള പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഇതുപോലെ പടിയിൽ ഇരിക്കുമ്പോഴാണ് ആ അനുഭവം ഉണ്ടാവുന്നത്. അമ്മയെ കാണാൻ വന്നവൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്നത് ആരാന്നറിയില്ലല്ലോ, ആരെന്ന് മനസ്സിലാവണമല്ലോ. അമ്മയോട് ചോദിച്ചാലോ? എങ്ങനെ ചോദിക്കുക? അമ്മയുടെ ചോദിക്കാൻ ഒരു ധൈര്യക്കുറവുണ്ട്, എന്നാലും ചോദിച്ച് നോക്കാം. അമ്മയെ ഒന്ന് സ്നേഹിച്ചുകൊണ്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ അടി പറ്റും കേട്ടോ. ചിലപ്പോൾ ആരാന്നറിയില്ല, അമ്മയോടൊന്ന് ഇണങ്ങി ചോദിക്കാം. മായു മോനാ ചോദിക്കുന്നത്, അതാരാണമ്മേ? ഞങ്ങളാരെങ്കിലാണോ? അത് നിങ്ങളെ ഒരു ചിറ്റപ്പനാ മോനെ. മതി, മനസ്സിലായി. എടാ കുട്ടു ഞങ്ങളെ പാലുകുടി മാറ്റാൻ ശത്രുക്കൾ കൂടുകയാണ്. ഇവരെ നോട്ടപ്പുള്ളിയാക്കി വെച്ചോ കേട്ടോ. നിങ്ങൾ കണ്ടോ? നോക്കിയാൽ അങ്ങോട്ട് നിങ്ങൾ ഇവനെ നോട്ടപ്പുള്ളിയാക്കി വെച്ചോ. ഏത് സിത്തപ്പനായാലും പാലും വെള്ളത്തിൽ പണി കൊടുത്തേ പറ്റൂ, അല്ല ഒരു രക്ഷയില്ല.